മരണമായാലും പ്രേമായാലും എനിക്ക് എന്റേതായ ഒരു ഡെഫിനിഷൻ. പ്രേമം എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട് പറയാം. ഞാൻ പറയാം, ഇപ്പൊ കടലാസിൽ മഷി കൊണ്ടെഴുതിയ ഒരു കവിതയല്ല പ്രണയം, ഹൃദയത്തിൽ ചോര കൊണ്ടെഴുതിയ മഹാകാവ്യമാകണം പ്രണയം എന്നാണ്. ഇതന്നെയാണ് ശരിക്കും ഈ കാളിദാസൻ കവിത എന്ന സിനിമയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഇത് തന്നെയാണ്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും നമ്മളെ ഒരാൾ നമ്മളെ എത്ര സ്നേഹിക്കാൻ, ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നില്ല. ദാറ്റ് ഈസ് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയിന്റ് ക്ലിയർ ആക്കാം. നമുക്കിപ്പോൾ ഒരു പെൻസിൽ വേണം. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവും, നമ്മൾ അവനോടാണ് പെൻസിൽ ചോദിക്കുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവും, അവൻ നമുക്ക് പെൻസിൽ നീട്ടിയാൽ പോലും നമ്മളത് വാങ്ങില്ല. അല്ല, ഏറെക്കുറെ നമ്മുടെ ലൈഫിൽ വരുന്ന എന്നും സംഭവിക്കുന്ന ഒരു കാര്യം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഈ സിറ്റുവേഷൻ കോളേജിലും പിന്നീട് നമ്മൾ ഹോസ്റ്റൽ ലൈഫിലും വരും. ഇതിലൊക്കെ സംഭവിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, ആ വ്യക്തി നമ്മളെ കാര്യത്തിൽ കെയർ കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ ഈ കെയർ ഏറ്റവും വലിയൊരു ഭദ്രമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒക്കെ ലൈഫിൽ ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ അവരെ വില മനസ്സിലാക്കാതിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന പോയിന്റ് ഇതാണ്. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു സമുദ്രത്തിൽ ഒരു മീന് ഉണ്ടെങ്കിൽ ആ മീനിനെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ അതിനൊരു ശ്വാസം കിട്ടില്ല. ആ സമയത്താണ് മീന് മനസ്സിലാക്കുന്നത് ആ സമുദ്രത്തിലെ വെള്ളം കാരണം ഇരുന്ന് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ആ വെള്ളത്തിനുള്ളിൽ കിടന്നപ്പോൾ അതിന് വെള്ളം, എന്ത് വെള്ളം അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു മൈക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഒരു മീനോട് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളവും ഞാനായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ സ്വന്തം നിലയിൽ ജീവിക്കുന്നു എന്നാണ് അത് പറയാം. പുറത്ത് ഇടുമ്പോഴാണ് അയ്യോ എനിക്ക് ഇത്തിരി വെള്ളം കിട്ടിയെന്ന് എനിക്ക് ലൈഫ് കിട്ടുമെന്നത്. അപ്പോഴേക്കും കോളേജിൽ പോയപ്പോഴുള്ള അല്ല, അപ്പോഴേക്കും നമുക്ക് കൈവിട്ടു പോകും. ഞങ്ങൾ സാറിനോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള രീതിയിലാണ് സാർ മറുപടി പറയുന്നത്. പല ഇന്റർവ്യൂസിലും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും സാർ പറയാറുണ്ട് സാർ ഒരു ബുദ്ധിജീവിയാണ് സാർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ബുദ്ധിജീവിയായ ഒരു സാറിന് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരെ മുഴുവൻ സാറിന്റെ ആരാധകരായിട്ട് മാറ്റാൻ കഴിയുന്നില്ല? കുറച്ചും കൂടെ സമയം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 1 ഇയറിനകത്ത്, അയ്യോ 1 ഇയർ എന്ന് പറയുന്നത് 5 ഇയർ എല്ലാവരും. അല്ല, പക്ഷേ മോളെ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഒരു നിലവിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ എൻട്രി ഏത് രീതിയിൽ വന്നു നോക്കണം. നിലവിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വളരെ ചുരുങ്ങിയ ബജറ്റിൽ പോലും സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു. ഇവിടെ 40 ലക്ഷത്തിനാണ് സാറിന് സിനിമകൾ ചെയ്യുന്നത്. അല്ല സോറി, 40 ലക്ഷത്തിനാണ് നെഗറ്റീവ്സിലാണ് സിനിമ ചെയ്തത്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ 5 ലക്ഷത്തിന് സിനിമ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഈ 40 ലക്ഷത്തിന്റെ നെഗറ്റീവ് തന്നെ എന്റെ പൈസ തീർന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മൊബൈലിലെ മെമ്മറി കാർഡിലാണ് ഫിലിം, മെമ്മറി കാർഡിലാണ് ചെയ്യുന്നത്. മെമ്മറി കാർഡിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാം, ഒരു 500 രൂപ മെമ്മറി കാർഡ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എത്ര സിനിമ നിങ്ങൾ എടുക്കും. വേറൊരു ഗുണം, ഇപ്പൊ ഞാനിപ്പോ ഈ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കണേ, 4 മിനിറ്റ് ഇവർക്ക് അഭിനയം വരുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ 11,500 രൂപയുടെ റോൾ ഫിലിം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് പണ്ടൊക്കെ പലരും അഭിനയിച്ചില്ലെങ്കിൽ തല്ലു വരുന്നത്, ദേഷ്യം പിടിച്ചിട്ട്. കാരണം നമ്മുടെ റോൾ ഫിലിം കത്താണ്. ഇപ്പൊ എന്താ സ്ഥിതി, 4 മിനിറ്റ് എന്നല്ല 4 ദിവസം അഭിനയിച്ചില്ലെങ്കിൽ നമ്മുടെ സമയം പോകുന്നു എന്നല്ലാതെ ഡിലീറ്റ് കൊടുത്തു പോയത്. ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അതിന് സൈഡിൽ പറ്റുന്ന രീതിയിൽ ഒരുപാട് പുതിയ ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഏതൊരു ചാനൽ ഇങ്ങനെ പറയണ്ടേ, സന്തോഷ് പണ്ഡിറ്റിന് മുമ്പും സന്തോഷ് പണ്ഡിറ്റിന് ശേഷം അങ്ങനെ പറയാം. ഫസ്റ്റ് അത് ഒരാളുകൾക്ക് ഈ മെമ്മറി കാർഡിലൊക്കെ സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ഡൈജസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഇന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മറ്റു 95% സിനിമയും ഡിജിറ്റലാണ്. അങ്ങനെ വന്നപ്പോ 2 ഗുണം കിട്ടി. 40 ലക്ഷം രൂപ ഈ റോൾ ഫിലിമിലാവും. രണ്ടാമത്തെ ഗുണം, പുതിയ ആളുകൾക്ക് അവസരം, നമുക്ക് പുതിയ ആളുകൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല, ചെയ്തു നോക്കട്ടെ. മൂന്നാമത്തത്, ഈ ഡിജിറ്റൽ എടുക്കുമ്പോൾ മാത്രം എന്ത് സംഭവിക്കുന്നു, ഒരു പെട്ടി വേണം. എല്ലാം കഴിഞ്ഞിട്ട് ഈ ഫിലിം എല്ലാം ആക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പണ്ട് ഈ പെട്ടിയായിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ കൊണ്ടുവന്ന സ്റ്റൈൽ എന്താ, മെമ്മറി കാർഡിൽ നേരെ സാറ്റലൈറ്റിലേക്ക് കൊടുത്തിട്ട് സാറ്റലൈറ്റ് റിലീസാണ്. അപ്പൊ ഈ പെട്ടി ഏറ്റുന്ന ഇങ്ങനത്തെ പ്രൊസീജിയറെ ആവശ്യമില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു സിനിമ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വീട്ടിലിരുന്നൊരു സിനിമ ചെയ്യാം, മനസ്സിലായി? അപ്പൊ ഇത് വളരെ സിമ്പിളായി. ഇതിൽ കുറെ, ഇത് ഞാൻ പറയുന്ന അത്ര എളുപ്പമല്ല. പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരളം മുഴുവൻ നമ്മൾ ഓഫീസൊക്കെ ഇട്ട് അത്രയും സ്റ്റാഫിനെയൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ. ബഡ്ജറ്റിന്റെ സന്തോഷമായിട്ടാണോ കണ്ടുപിടിച്ചത്? അല്ല, ഈ സിസ്റ്റം ചെറിയ രൂപത്തിലുണ്ടായിരുന്നു, പക്ഷെ അത് വളരെ എസ്റ്റാബ്ലിഷ് ചെയ്ത്. മാത്രമല്ല ഇതിൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുപരിയായിട്ട് എന്റെ ഇന്റർവ്യൂസിൽ മുഴുവൻ ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. 1-2 പേര് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചു. ഇത്രയും ലോ ബഡ്ജറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിന്റെ കുറവ് കൊണ്ടാണോ സാർ അങ്ങനത്തെ ഫിലിംസ് എടുക്കുന്നത്? പ്രധാനമായിട്ടും ബഡ്ജറ്റ്. അപ്പോ സാറിന്റെ ഒരു ഫിലിം സാർ ചെയ്യുമ്പോ അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തയ്യാറായിട്ട് ആരും വരുന്നില്ല. ഞാൻ ഇതുവരെ അങ്ങനെ പൊതുവിൽ ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ ജോലി ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന്റെ ഇടയിൽ ഞാൻ ആരെടുത്ത് പോയിട്ട് സാർ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പൊതുവിൽ ആരെടുത്തും പോയിട്ടില്ല.
അല്ല, എനിക്ക് എന്റെ സമയം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബി ഫ്രാങ്ക്, എനിക്ക് പലരോടും ഞാൻ ചോദിക്കണം ആഗ്രഹമുണ്ട്. സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു സൈഡിൽ ഞാൻ 4-5 കോഴ്സ് പഠിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ വേണം എനിക്ക് എന്റെ ജോലി. പിന്നീട് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ നോവൽസ്, ഞാൻ എഴുതിയ നോവലാണ് നീലിമ നല്ല കുട്ടിയാണ്, അടുത്ത സിനിമ. ഞാൻ ഇത് മുമ്പ് എഴുതിയ നോവലാണ്. എപ്പോഴും എന്തെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞാൽ നോവലോ കഥ എന്തെങ്കിലും ഞാൻ എഴുതുമായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പേ അങ്ങനെയാണ്. അപ്പൊ വേറെ സമയം എനിക്ക് കിട്ടിയില്ല. എന്റെ ഓഫീസിൽ ഞാൻ വളരെ ടൈറ്റ് ജോബ്. അപ്പൊ പിന്നെ വേറെ ആളെടുത്ത് പോയിട്ട് ഇനി ഈ വിഷയം കൺവിൻസ് ചെയ്യണം. അപ്പൊ ഞാൻ നാളെ വരുന്ന അയാൾക്ക് പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്രയാസമാവും. അയാൾ ചോദിച്ചാലും ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് നമ്മളെല്ലാം ചെയ്യാം. അല്ല, ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ വീട് വിട്ടിട്ട് ഞാൻ തന്നെ എടുത്തത്. അല്ല, പക്ഷെ മോളെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെട്ടാലും ഞാൻ അതങ്ങ് സഹിക്കും. കാരണം നിങ്ങൾക്കറിയാൻ പറ്റും, എനിക്കിപ്പോ 3 വീടുള്ള സമയത്താണ് ഞാൻ കൃഷ്ണൻ രാജ എടുക്കുന്നത്. ഒരു വീട് ഞാൻ വിട്ടു. അപ്പൊ ഒരു വേള എനിക്കിപ്പോ ഞാൻ ആലോചിച്ചു, ആ സിനിമ ചെയ്യുന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ മരിച്ചു പോകുമ്പോൾ എനിക്ക് 3 വീടുണ്ടെന്ന് പറയുന്നതും ഞാൻ മരിക്കുമ്പോൾ 2 വീടുണ്ടെന്ന് തമ്മിൽ വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചത്തുപോകുന്നതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോ എന്റെ ഒരു ആഗ്രഹം ഞാൻ നടത്തി. ദാറ്റ് ഈസ് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന മയ്യ വിഷയ കാമാകൽപ്പത എന്ന ഭജിത കൊയ്യതാന പ്രിയ ബീജായ നേഷതേ. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന മയ്യ വിഷയ കാമാകൽപ്പത എന്ന ഭജിത കൊയ്യതാന പ്രിയ ബീജായ നേഷതേ. ദാറ്റ് ഈസ് ഒരു മനുഷ്യൻ ബീജമായിട്ട് വേണം മരിക്കാൻ. എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഒരു ബീജമാണ്. ആ ബീജത്തെ നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇന്നലേക്ക് നാളെ വളരും, ഒരു വൃക്ഷമാകും. പക്ഷെ ആ കായയെ, ആ ബീജത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വറക്കുക, എന്നിട്ട് നിങ്ങൾ കുഴിച്ചിട്ട് നോക്കുക. ഒരിക്കലും അത് ഉണ്ടാവുന്നല്ല. കാരണം പിന്നീട് അതിനൊരു മുള പൊട്ടില്ല. ദാറ്റ് ഈസ്, നിങ്ങൾ മോഹവുമായി മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഈ ജനനം മരണം എന്നുള്ള ചക്രത്തിൽ കൂടും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നടത്തുക. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടെ കുറെ കോടികളും വെച്ചിട്ട് ന്യൂയോർക്ക് പോകണം, വേണ്ട, കുറെ പൈസ ആവില്ലേ. അല്ല, നമ്മുടെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അല്ലെങ്കിൽ എന്തിന് ഒരു കേബിൾ TV പോലും വീട്ടിലില്ലാത്ത ആളുകളുണ്ട്. അല്ല, മക്കളെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. ഇതൊന്നും ശരിയും തെറ്റും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങളത് ചെയ്യാം. ഇതെല്ലാം മനസ്സിൽ വെച്ച് ജനിച്ച അന്ന് മുതൽ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങുന്നതാണ്. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്, ജോലി കിട്ടിയാൽ അഡ്ജസ്റ്റ്മെന്റ്, കല്യാണം കഴിച്ചാൽ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ മക്കൾ വന്നാൽ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ്. ഇങ്ങനെ ചെറുപ്പത്തിൽ ആർക്ക് വേണ്ടിയാ മോനെ ജീവിക്കുന്നത്? ഏത് കുട്ടിയും പറയും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാ ജീവിക്കുന്നത്. ശരി, പ്രേമിക്കാൻ തുടങ്ങി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? കാമുകനല്ലേ കാമുകിക്ക് വേണ്ടി ജീവിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. മക്കളായി കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവസാനം മക്കളൊക്കെ വല്ലവനും കല്യാണം കഴിച്ച് ഓരോ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ ജോലി കിട്ടി, ടാറ്റാ ബൈ ബൈ. അപ്പൊ നിങ്ങൾക്ക് മൈക്ക് കൊടുത്താൽ നമ്മൾ സത്യം പറയും, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഐഡന്റിറ്റി, ആ ഒരു ബോധം എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു വീട് പോയാൽ പോട്ടെ, അതിലൂടെ എനിക്കൊരു സന്തോഷം കിട്ടുന്നു. ഓക്കെ, അപ്പൊ ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ ജീവിച്ചത്? അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെയല്ല മോളെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയല്ല. ഏതൊരാളുടെയും ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ എക്സാമിന്റെ ദിവസങ്ങളിൽ ഇപ്പൊ ഞാൻ ക്രിക്കറ്റ് ഭ്രാന്തനാണ്. പക്ഷെ എനിക്ക് രക്ഷയില്ലാത്ത ദിവസം ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ വീട്ടിലെ പ്രശ്നം, അപ്പൊ അങ്ങനെ നമുക്കും അഡ്ജസ്റ്റ് ചെയ്തു. അതൊന്നും ഞാൻ തെറ്റെന്നല്ല പറഞ്ഞത്, അത് നമ്മുടെ ഗതികേട്. ഇത് എന്നാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് തീർന്നത്? ഈ കുഴിക്ക് കാല് നീട്ടുന്ന അന്ന് വരെയും നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ എല്ലാവരും ബോധം വെച്ച് വരുമ്പോഴേക്കും വയസ്സ് 60-65 ഉണ്ടാവും. എനിക്ക് മൊത്തം ഈ പരിപാടി കാണുന്ന ആളുകളോട് അടക്കം പറയാനുള്ളത്, നിങ്ങളുടെ നല്ല പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തു. അല്ലാണ്ട് അതിന് 100 രൂപയല്ലേ, ഇതിന് 1000 രൂപയല്ലേ, ആ പൈസ ആ ബാങ്കിൽ ഇരുന്നോട്ടെ, മോനെ എടുക്കുക, മോനെ എടുക്കുക. നിങ്ങൾ ഈ മക്കൾക്കൊക്കെ വേണ്ടി ആവശ്യത്തിന് ഉണ്ടാക്കിച്ചാൽ മതി. ഈ മക്കൾ എങ്ങനെയൊന്നും ഉണ്ടാക്കിക്കണ്ട. നമ്മളെ ലൈഫ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സിനിമ ഞാൻ എന്റെ പാഷൻ ആയതുകൊണ്ട് ഞാൻ സിനിമ എടുത്തുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നടത്തിച്ചു. ബാക്കിയുണ്ടല്ലോ അല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ എറണാകുളത്ത് ഞാൻ, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മുടെ ചാനലിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്താണ്. അടുത്ത ഫിലിമിന് അതും അടുത്ത വീട് വെക്കാമല്ല. തൽക്കാലം ഇതുവരെ അങ്ങനെ സാറിന്റെ ആദ്യത്തെ ഫിലിം വൻ വിജയമായിരുന്നു സാർ പറയുന്നുണ്ട്. സാറിന് മുടക്കിയതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ സാറിന് തിരിച്ച് അതിന്റെ പ്രോഫിറ്റും കിട്ടി. പക്ഷെ എന്തുകൊണ്ട് സാറിന് ആ നഷ്ടപ്പെട്ട ആ വീട്, സാറിന് ഒന്നുമില്ലെങ്കിൽ സാറിന്റെ തന്നെ 3 വീടുകൾ എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ അതൊരു വലിയൊരു ലോസ് ആയിട്ട് എനിക്ക്, എന്നാൽ അത് പുറമേ നിന്ന് അല്ല, എനിക്ക് ഞാൻ ആളുകളെ ബോധിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, എനിക്ക് ഇവിടെ ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ആ 2 വീടും കൂടെ വിൽക്കണം എന്നുള്ളത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനില്ല അമ്മയില്ല. എനിക്ക് ഈ നിമിഷം വരെയും വേറെ കുടുംബങ്ങളൊന്നുമില്ല. ഭാവിയിൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അപ്പൊ ആ കുട്ടിയോടും കൂടെ ചോദിച്ചിട്ട്, കാരണം വൈഫ് എന്ന് പറയുന്നത് നമ്മളെ ബെറ്റർ ഹാഫ് ആണ്, തീർച്ചയായിട്ടും അവരോടും കൂടെ ചോദിച്ചിട്ട് എങ്ങനെ വിടുന്നു. പ്രസന്റ് അറിയില്ല, അത്
ഇതുവരെ ഞാൻ പലരും നോക്കുന്നുണ്ടൊന്നും ഇതുവരെ ക്ലച്ച് ആയിട്ടില്ല. അപ്പോ സങ്കല്പം എന്തെങ്കിലും ഉണ്ടോ? ഡ്രീം ഗേൾ, ഡ്രീം പോലെ കലാകാരി, ഒരിക്കലും അങ്ങനെയൊന്നും വേണമെന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ്, നമ്മളെ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ മനസ്സാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ജനറലി എന്താണെന്ന് ചെയ്യുന്നത്, ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞു, ജനറലി നമ്മളെ സൈഡിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ജാതി, നമ്മുടെ മതം, അത് നോക്കിയിട്ട്. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ പലരും പ്രേമിച്ചു, ഞാനാരും പ്രേമിച്ചു. പക്ഷെ അവിടെ ഞാൻ ഈ പ്രേമിച്ച എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ നീ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നത് അറിയാൻ വേണ്ടി ചോദിക്കാം. ഇവരുടനെ പറഞ്ഞ കാര്യം തരും, എടാ നല്ല പണച്ചാക്ക, കിട്ടിയ ആര് പോയ പോട്ടെ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയുടെ പണത്തെയാണ്. പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ ബിസിനസ് ഉണ്ട്. നാളെ അച്ഛൻ പറയാം മോളെ എടുത്തോ ബിസിനസ്, അല്ല ഇതൊന്നും തരില്ലെന്ന് പറയുമ്പോൾ മോളെ ഒഴിവാക്കും. അല്ലെങ്കിൽ അച്ഛനെ ബിസിനസ് നഷ്ടം വന്നപ്പോൾ മോളെ ഒഴിവാക്കും. അല്ല, എന്തുകൊണ്ട് സ്നേഹിച്ചു? പണമാണ്. ചിലർ പറയും നല്ല ഫിഗർ കിട്ടിയല്ലടാ, അതിൻ്റെയൊക്കെ ഭർത്താവാന്നാണ്, വെയിറ്റ് അല്ലേ. അപ്പൊ ഞാൻ വിളിച്ചു നാളെ എന്തെങ്കിലും വല്ലതും പറഞ്ഞ ആ പെൺകുട്ടീന്റെ മുഖത്തിന് ലേശം ലുക്ക് മാറിയാൽ ഇവനെ പെണ്ണിനെ ഉപേക്ഷിക്കുന്നതിന്റെ അർത്ഥം. ചിന്തിച്ചു നോക്കാം. അവരൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, പച്ചയ്ക്ക് പറഞ്ഞു, എനിക്കാണ് വലിയ ഇഷ്ടമൊന്നും തന്നെ, പക്ഷെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെന്താ, അവനെന്താ വെച്ച് കഴിഞ്ഞാൽ അവനൊരു ജോലി കിട്ടും, ക്യാമ്പസ് സെലക്ഷനിൽ ജോലി കിട്ടും, നല്ല ജോലിയല്ലേ, ആ ജോലി എത്ര പൈസ കിട്ടുന്നത് സന്തോഷം വിചാരിക്കണം. അപ്പോ ആ ക്യാമ്പസ് സെലക്ഷൻ അവൻ ഔട്ടായാൽ ഈ പെണ്ണ് അവൻ ഒഴിവാക്കും. ഇവരെന്തിനാണ് സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അവർ പറയും ഞാൻ നായർ കാസ്റ്റ്, അവരും നായർ, ഇങ്ങനെ അപ്പൊ ഇത് എന്ത് തരം പ്രേമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നു, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ട് അറേഞ്ച്ഡ് മാരേജിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ശരിക്കും എന്താണ്, ഒരാളെ അറേഞ്ച്ഡ് ആയിക്കോട്ടെ പ്രേമായിക്കോട്ടെ, നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ മുന്നിലിരുത്തുക. ഈ പരിപാടി കാണുന്ന ആളുകളോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് 10 മിനിറ്റ് ജീവിതത്തിൽ എന്തിനൊക്കെ എത്ര സമയം ചെലവഴിക്കുന്നു, ഇങ്ങനെ വെറുതെ മോളെ നീ സംസാരിച്ചോ മോനെ സംസാരിച്ചോ അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒരു ധാരണയുണ്ടാക്കും. ഇങ്ങനെയില്ല, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഇതില്ലാതെ മനപ്പൊരുത്തമില്ലാതെ വേറെ എന്ത് പൊരുത്തമായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജാതകത്തിൽ 10 പൊരുത്തം കാര്യമില്ല. ചേട്ടാ അപ്പൊ മനസ്സ് നോക്കി പ്രണയിക്കുന്നുണ്ടോ ഇതുവരെ? ഞാൻ കുറേ കൂടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ സിനിമ ഇറങ്ങി ഇപ്പൊ കൂടുതൽ ആളുകൾ ദിവസം വിളിക്കുന്ന കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാവരും സംസാരിക്കലുണ്ട്. പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സന്തോഷമായിട്ട് വളരെ കഷ്ടപ്പെടുന്നു. പക്ഷെ ഞാൻ അവിടെയൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്തിന്റെ അടിസ്ഥാനം ഞാൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടി കണ്ടത് ഇപ്പൊ എന്താ 3-4 സിനിമ, കുറച്ച് യൂട്യൂബിലെ കുറച്ച് സോങ്സ്, ഇതാണ് ആ കുട്ടി എന്റെ കുറച്ച് ഇൻട്രസ്റ്റ്. ഇങ്ങനെയൊന്നും ആവണമെന്നില്ല സന്തോഷം വേണ്ടിയിട്ട് നല്ല വ്യക്തി. നമ്മുടെ ഷോസാണ്, ഷോയ്ക്ക് വേണ്ടി ഞാൻ പലതും പറയും, പലതും ചെയ്യും. അതിലൊക്കെ എത്രമാത്രം ശരിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. അല്ലെങ്കിൽ അതുപോലത്തെ റിയാലിറ്റി ഷോയിലാണെങ്കിൽ പോലും താങ്കൾ അഭിനയിക്കുകയാണോ? റിയാലിറ്റി ഷോ ഒരു പരിധി വരെ കറക്റ്റ് ആണ്. എന്നാലും അത് വെച്ച് കംപ്ലീറ്റ് എന്റെ നയം അതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ 15 ആളുടെ കൂടെയാണ് ജീവിക്കുന്നത്. കാരണം ഒരു പരിധിന്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവാം ഈ പയ്യന്. കാരണം എന്റെ വീട്ടിലല്ല ഞാൻ താമസിക്കുന്നത്, 15 ആളെ കൂടെയാണ് നിൽക്കുക. അപ്പൊ ചില നയങ്ങൾ ഞാൻ കറക്റ്റ് എന്റെ നിലപാട് വ്യക്തമാക്കിയാൽ ഈ 15 ആളെ എന്നെ ചെയ്യുന്ന ചിലപ്പോൾ പേടി എനിക്ക് ഉണ്ടാവാം. അതുകൊണ്ട് 100% ചിലപ്പോൾ ആ വിഷയത്തിൽ ഞാൻ ചിലപ്പോൾ അഭിനയിക്കുന്നുണ്ടാവാം. ഒരു കുട്ടി ചേട്ടനെ പേഴ്സണൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയായിരിക്കും അഭിപ്രായം? അല്ല, ഞാൻ ആ കുട്ടിയെയും പഠിക്കണം, അല്ലാണ്ട് കുട്ടി എന്നോട് പറഞ്ഞൊന്നുമല്ല. ഇതേ കേസ് ഞാൻ പറയുന്നു, ഇത് വളരെ സീരിയസ് ആണ്. കാരണം നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് വളരെ സീരിയസ് ആണ്. അവിടെയാണ് പ്രശ്നം. നമ്മളെനിക്ക് ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യിക്കാം, ആ സ്വഭാവം കുട്ടിയെ കൊണ്ട് മാറ്റണം എന്നില്ല. അവർ ചാവുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചേട്ടനെ അല്ല മോളെ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു വരികയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനാണ്. അതവൻ ആ കുട്ടിയും പറഞ്ഞു അത് ചേട്ടാ ഞാൻ ഇങ്ങനാണ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി നമുക്കൊരു ലൈഫ് തുടങ്ങുകയാണെങ്കിൽ പിന്നീട് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലൈഫിൽ പിന്നീട് നമുക്ക് ഇത്ര സുഖമുണ്ട്. അല്ലാണ്ട് എന്റെ ജാതിയാണ് ആ കുട്ടി ജാതി, അതുകൊണ്ട് എന്ത് കാര്യമുള്ളൂ. അതൊക്കെ ഒരു സാങ്കേതികമായിട്ടേ പറ്റൂ. ലൈഫിൽ വരുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ളതാണ്. ഇവിടെ ഇതൊന്നുമല്ല ഇവിടെ നടക്കും. ഇവിടെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്. എന്ത് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ കല്യാണം നടക്കും, നമ്മൾ വിചാരിച്ചു ബാക്കിയൊക്കെ റെഡിയാണ്. ഇതിപ്പോ എങ്ങനെ നടക്കും? പറ്റുമെങ്കിൽ ജാതി മാറ്റി പറയണോ, ജാതകം മാറ്റണോ, ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ നാട്ടിൽ ഡൈവോഴ്സും എല്ലാം കൂടുതൽ. തമിഴ് സിനിമയിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു തീം. ഈ തീമിൽ ഒരു നായകനോ നായികയോ വേണമെന്നില്ല, ഈവൻ ഹീറോയിസം പോലും അതിൽ വേണമെന്നില്ല. ടേക്ക് എൻ എക്സാമ്പിൾ, സുബ്രഹ്മണ്യപുരം. നിങ്ങൾ ആ സിനിമ കണ്ടിരിക്കും ഞാൻ വിചാരിക്കും. മൈന എന്ന് പറഞ്ഞൊരു സിനിമ, അങ്ങാടി